Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ മോണോക്രോം ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M200 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അതിൽ എപ്സൺ M200 പ്രിൻ്റർ ഡ്രൈവർ എന്ന് അല്ലെങ്കിൽ എപ്സൺ M200 ഡ്രൈവർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും. അതിൽ ഈ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് കണ്ടില്ലേ, epson.co.in ആണ് കാണുന്ന ആ വെബ്സൈറ്റ്. അത് സെലക്ട് ചെയ്യുക. കാണാൻ കഴിയും നമുക്ക് അതിൻ്റെ ഇടയിൽ എപ്സൺ M200 M സീരീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ ഓപ്പൺ ആയി വന്നത്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാനാണ്. അതായത് നമ്മളെ വിൻഡോസ് അല്ലെങ്കിൽ ഏതാണ് നമ്മളെ OS എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് കാണുന്നത്, അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. അതിൽ നമ്മൾ OS ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇനി മൈ കമ്പ്യൂട്ടർ പോയി അതിൽ നമ്മളത് ഏതാണ് OS എന്ന് സെലക്ട് ചെയ്യുന്നൊന്നും വേണ്ട. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ OSൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിൽ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ OS. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ വിൻഡോസ് 10 64 ബിറ്റ് ആണ്, അത് ഡിറ്റക്റ്റഡ് എന്ന് കാണിച്ചു. എന്നിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഗോ എന്ന് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി വെബ്സൈറ്റ് ഒന്ന് റീഫ്രഷ് ആയിട്ട് വരും. അതിൽ താഴെ കാണുന്ന നമുക്ക് ഒന്ന് ലോഡ് ആവാനുണ്ട്, ചെറിയ ഇൻ്റർനെറ്റ് സ്ലോ ഉണ്ട്. ഓക്കെ താഴോട്ട് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കാരണം അത് ഒരു പ്ലസ് എന്നുള്ള ചിഹ്നം അതിൻ്റെ അടുത്തുണ്ടാകും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്കാനർ ഡ്രൈവറാണ്, അതേപോലെ സെക്കൻഡ് വൺ പ്രിൻ്റർ ഡ്രൈവറാണുള്ളത്. നമുക്ക് ആദ്യം പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ പ്രിൻ്റർ ഡ്രൈവറിൻ്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നെക്സ്റ്റ് പേജിലോട്ട് വരും. അവിടെ അക്സെപ്റ്റ് ഡിക്ലൈൻ എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അക്സെപ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ആ ഫയൽ ഡൗൺലോഡ് ആവാമെന്ന് ചോദിക്കുകയാണിത്. അപ്പോൾ നമ്മൾ സേവ് ഫയൽ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഏകദേശം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അൺസിപ്പ് ചെയ്യാനാണ് ആദ്യം ചോദിക്കുക. കണ്ടില്ലേ, ഇവിടെ എസ് എന്ന് കൊടുക്കുക. അപ്പോൾ അൺസിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ ഫയലാണ് ഈ ഓപ്പൺ ആയി വന്നത്. അത് ഓക്കെ എന്ന് കൊടുക്കുക. ദെൻ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഗ്രി എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്തൊന്ന് USB കേബിൾ കണക്ട് ചെയ്യരുത്. ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ആയിട്ട് ചോദിക്കും USB കേബിൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ മാത്രമേ പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. കണ്ടില്ലേ, ഇവിടെ കണക്ഷൻ മെത്തേഡ് ചോദിച്ചു. ഈ പ്രിൻ്ററിന് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് നെറ്റ്വർക്കിലാണോ റൗട്ടർ വഴിയാണോ കണക്ട് ചെയ്യേണ്ടത്, അതായത് നമുക്ക് സാധാ USB കണക്ഷനാണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ USB കണക്ഷനാണ് വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ USB കേബിൾ കണക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഈ സമയത്ത് നമ്മളെ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കണ്ടില്ല, ഇവിടെ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ എന്ന് കാണിച്ചു. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തത് കറക്റ്റാണോ അല്ലേ എന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഓപ്ഷൻ കാണാം. കണ്ടില്ലേ, ആ ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഓപ്ഷൻ എടുത്തു. അതിൽ നമ്മൾ എപ്സൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റൈറ്റ് ബട്ടൺ നോക്കിയാണ്ട് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്തു. അതിൽ ഈ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്ന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ പ്രിൻ്ററിൽ കമാൻഡ് വരുന്നുണ്ട്. യെസ്, പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിൻറ്റിങ് ഏകദേശം പേപ്പർ പുറത്തോട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ വർക്കും കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.